കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ ലക്കിടിയിലെ പൂക്കോയ തങ്ങള് മഹാനവർകൾ റിഫായിയാണ്. റിഫായി കുടുംബ പരമ്പരയിലുള്ള ആളാണ്. റിഫായി ത്വരീഖത്തിന്റെ പാരമ്പര്യമുള്ള ആളാണ് മഹാനവർകൾ. ഇങ്ങനെ ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂമുമാർ വഴിയായി കേരളത്തിൽ ചിസ്തിയത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട വഴികളും ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളക്കാർ വലിയ സൗഭാഗ്യമുള്ള ആൾക്കാരാണ്. ലോകത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഇത് തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്നേ നമുക്ക് തസവുഫുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാടുണ്ട്. ലോകത്ത് തസവുഫിന്റെ വ്യാപനം നടന്ന 6, 7, 8 നൂറ്റാണ്ടിൽ തന്നെ തസവുഫുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാട് നമുക്കുണ്ട്. ശരീഅത്തിന്റെ നിയമങ്ങൾ 100% പിന്തുടരുന്നവരെ മാത്രമേ തുടരാൻ പാടുള്ളൂ എന്നതാണ് അന്ന് മുതൽ സ്വീകരിച്ചു വരുന്ന വഴി. ഇന്നും അതന്നെയാണ്. പ്രത്യക്ഷത്തിൽ നിസ്കാരം കാണാത്തൊരു ഔലിയ ഉണ്ടാകണേന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അയാളെ തുടരാൻ പാടില്ല, പിന്തുടരാൻ പാടില്ല. പ്രത്യക്ഷത്തിൽ നിസ്കാരം, നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾ കാണാത്ത ഒരു വലിയുണ്ടാവാം. എന്തുകൊണ്ട്? പിരാന്ത് പല കോലത്തിലുണ്ട്. അതുകൊണ്ട് പിരാന്ത് പല കോലത്തിലുണ്ടല്ലോ. ചില ആൾക്കാർക്ക് എപ്പോഴും പിരാന്താണ്, അതൊരു പിരാന്ത് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ചില വിഷയത്തിൽ മാത്രമേ പിരാന്തുള്ളൂ, ഒരു പിരാന്ത് തന്നെയാണ്. ചില ആളുകൾക്ക് ചില വിഷയത്തിൽ ചിലപ്പം പിരാന്തുണ്ട്, അതേ വിഷയത്തിൽ തന്നെ ചിലപ്പം പിരാന്തും ഇല്ല, അങ്ങനെ ഉണ്ടാവും. ഒക്കെ പിരാന്ത് തന്നെയാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നിസ്കാരം കാണാത്തൊരു വലിയ ഉണ്ടാകണേന് നമുക്ക് എതിർപ്പൊന്നുമില്ല. അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നോമ്പ് കാണാത്തൊരു വലിയ ഉണ്ടാകണേന് കുഴപ്പമൊന്നുമില്ല. അയാളെ പിന്നാലെ കൂടാൻ പാടില്ല. പിന്നാലെ കൂടണമെങ്കിൽ ശരീഅത്തിന്റെ അഹ്കാമുകൾ 100% പാലിക്കുന്നവരായിരിക്കണം എന്നത് അക്കാലം മുതൽ തുടർന്നു വരുന്ന നിബന്ധനയാണ്. അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു 4 കുത്തുബുകളിൽ ഒരാളാണ്. ഗൗസുൽ ആലം, ഷെയ്ഖ് റിഫായി, സയ്യിദ്ന അഹ്മദ് അൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, 4 കുത്തുബുകളിൽ ഒരാളാണ് സയ്യിദ്ന അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു. അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു കൃത്യമായി പള്ളിയിലെ ജമാഅത്തിന് വരുന്നില്ല എന്ന് അക്കാലത്തെ ആളുകൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കൃത്യമായി പള്ളിയിലെ ജമാഅത്തിന് വരുന്നില്ല, നിസ്കരിക്കണില്ല എന്നൊന്നല്ല കേട്ടോ, കൃത്യമായി ജമാഅത്തിന് വരുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായി. അപ്പൊ ആ അഭിപ്രായം ഉണ്ടായപ്പോ പള്ളിക്കത്തെ ഉസ്താദ് അത് ചോദിക്കാൻ വേണ്ടി ചെന്നു. അഹ്മദ് അൽ ബദവിന്റെ അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞപ്പോൾ ഒരു ചവിട്ടാണ് കൊടുത്തു എന്നാണ്. അപ്പൊ മൂപ്പര് പ്രതീക്ഷിക്കാതെ ഒരു ചവിട്ട് കിട്ടിയേക്കിന് കണ്ണൊന്നിങ്ങനെ കണ്ണൊന്ന് തിരുമ്പിയിട്ട് നീച്ചു നോക്കുമ്പോ മൂപ്പര് അറിയാത്തൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു പുഴക്കരയിലാണ്, മണലുണ്ട്, വെള്ളമുണ്ട്, വേറെ ആരുമില്ല. നേരാണെങ്കിൽ ഇരുട്ടാകാൻ പോകുന്നുണ്ട്. അസറിന്റെ ശേഷമാണ് ചോദിക്കാൻ പോയിക്കണത്. അപ്പളാ ഒഴിവ് കിട്ടിയത്. അപ്പൊ ചോദിക്കാൻ പോയത്, അപ്പളാ ചവിട്ട്. കുറെ നേരം ഇങ്ങനെ അന്തം വിട്ട് എന്താ പോകേണ്ടത്, എടുക്കാ പോകേണ്ടതെന്നൊന്നും അറിയാതെ ഇങ്ങനെ നിന്നപ്പോ ഒരാൾ വന്നു. അയാളോട് പറഞ്ഞു, എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയായിരുന്നു, എന്താന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാനിങ്ങനെ അഹ്മദ് അൽ ബദവിന്റെ അടുത്തേക്ക് ചോദിക്കാൻ വേണ്ടി പോയതാണ്, അതിൽ മുമ്പ് ഒരു ചവിട്ടി ഒട്ടി ഇപ്പൊ എവിടെയെന്ന് അറിയണില്ല പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, അതിനൊരു പണിയുണ്ട്, നിങ്ങൾ ഈ പുഴയെന്ന് ഒതുണ്ടാക്കിയാണ്ട് ഇവിടെ മരുവിസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നോളി, മരിബ് ആകുമ്പോൾ കുറെ ആൾക്കാർ വരും, അപ്പൊ അവര് സഫിൽ നിൽക്കണം, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഇമാമിനോട് ഈ വിഷയം പറഞ്ഞാൽ മതി, ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓരോരുത്തരായി വന്നു. വലിയ ജമാഅത്തിനുള്ള ആൾക്കാർ വന്നു. ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കാൻ നേരത്തെ ഇമാമുക്കാൻ അഹ്മദ് അൽ ബദവി വന്നു. അങ്ങനെ ഇമാമത്ത് നിന്ന് നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിയേക്കിന് ചെന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചവിട്ടോടിയും കൊടുത്തു. പഴയ സ്ഥലത്ത് തന്നെ എത്തിയെന്നാണ്. എന്തത് പറയാൻ കാരണം വെച്ചാൽ അങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടേ മുൻഗാമികൾ തുടർന്നിട്ടുള്ളൂ എന്നതാണ് സമസ്തയുടെ രീതി എന്ന് പറയുന്നത് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അതാണ് സമസ്തന്റെ രീതി പറഞ്ഞത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ പോരണം. ഞാൻ അവിടെ നിന്ന് അങ്ങനെ പോരുമ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. 9-ാം നൂറ്റാണ്ട് ഒക്കെ ആയപ്പോഴേക്കാണ് കേരളത്തിൽ സയ്യിദന്മാരുടെ വ്യാപകമായ വരവുണ്ടായത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സയ്യിദന്മാർ പോയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ സ്വീകരിക്കപ്പെട്ട അത്ര ലോകത്തെവിടെയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എന്താ കാരണം? അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ദർസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം. സയ്യിദന്മാരുടെ വരവിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, ദർസുകൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിന് കാരണം. 920-കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘടനാപരമായ പാരമ്പര്യം ആരംഭിക്കുകയാണ്. 926 മുതൽ
2026 ആവുമ്പോൾ 100 കൊല്ലായി. വാക്കോട് സാഹ് പറഞ്ഞു ഒരുപാട് കീഴ്ഘടകങ്ങൾ SKSSFന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. യുവാക്കൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംവിധാനമാണ് SKSSF പറയുന്നത്. എന്താ അതുകൊണ്ടുള്ള നേട്ടം? ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ നല്ലവരൊപ്പം കൂടിയാൽ നന്നാവും എന്നുള്ളതാണ്. നല്ല കൂട്ടുകെട്ട് മനുഷ്യനെ നന്നാക്കും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. നമ്മളെ മോൾക്കൊരു കല്യാണം വന്നു എന്ന് വിചാരിക്കുക, അത്യാവശ്യം തിരക്കടില്ലാന്ന് തോന്നുന്ന ഒരു കല്യാണം വന്നാല് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഓലെ പെരന്റെ അടുത്തുള്ള നിസ്കാര പള്ളിക്കൊക്കെ ഔദ്യോഗികമായ കല്യാണ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ അന്വേഷണത്തിന് പോകും. അങ്ങനെ അസർ നിസ്കാരത്തിന് പള്ളിക്കെത്തി ബൈക്ക് അവിടെ സൈഡാക്കിയിട്ട് പള്ളിയിൽ കയറി അസർ നിസ്കരിച്ച് ആ പള്ളിന്റെ മുമ്പിലുള്ള സുലൈമാക്കാന്റെ പീടി കയറിയിട്ട് ഒരു മധുരമില്ലാത്ത ചായയും ഒരു ലഡു കടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ കുറെ ആൾക്കാരുണ്ടാവും, ചായ കുടിച്ചു കണ്ടിരിക്കണു. ഓരോട് ചോദിക്കും, അബ്ദുറഹ്മാനാജിയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പൊ ആൾക്കാർ പറയും, ചെറുക്കനും തിരക്കടില്ല, ഉഷാറാണ്, പെരേക്ക് പറ്റിയോനാണ്, അധ്വാനിച്ച് തിന്നണവനാണ്, മെനക്കെടും ആള്, ഒരു ബുദ്ധിമുട്ടുമില്ല, സംഗതിയൊക്കെ വളരെ ഉഷാറാണ്. പക്ഷെ ഓന്റെ ചെങ്ങായിമാരൊക്കെ കോച്ചറായിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് കോച്ചറായിയാണ്. ഈ കോച്ചറായി എന്നുള്ള വാക്ക് ഞാൻ ഡിക്ഷണറി തിരഞ്ഞെടുക്കണ്ട, അതിന് അർത്ഥമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സാധനം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതന്നെ, മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലായിരിക്കുന്നാണ്. ഒരു മനുഷ്യൻ നന്നാവാൻ ആദ്യം എന്താ വേണ്ടത്? കൂട്ടുകെട്ട് നേരാവണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനാ. എന്തേ കാരണം? മുത്തുനബിയാണ് കളിക്കൂട്ടുകാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പത്തിൽ ഓരോന്നിച്ചാ കളിച്ചിരുന്നത്. മനുഷ്യൻ അവന്റെ SKSF കൂടിയാ എന്താ ഗുണം? നല്ല കൂട്ടുകെട്ടുണ്ടാവും. പള്ളിയൊക്കെ ജമാഅത്തിന് പോയാ എന്താ ഗുണം? നിസ്കരിക്കണ മനുഷ്യന്മാരായിരിക്കും അവന്റെ കൂട്ടുകാർ എന്നതാണ് കാരണം നന്നാവാളെ. അതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു സിനിമക്ക് പോകാനൊന്നും കഴിയൂലല്ലോ. ഞാൻ ഇപ്പൊ എന്റെ തലയെക്കെട്ടൊക്കെ ഊരിച്ച് മുടിയൊക്കെ അങ്ങനെ കക്കൂസ്ത ബ്രഷിന്റെ മാതിരിയാക്കി ഒരു ഇതിന് പോയി ഒരു സിനിമക്ക് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ അങ്ങനെ മുന്നിലിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുട്ടികൾ ഉസ്താദെ എങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കും. കഴിയൂല. എന്തേ കാരണം? അതിന്റെ കാരണം ഈ സംവിധാനം പരിപാടിയൊക്കെ ഇത് നടക്കണേനെ. അതിന്റെ കാരണം മനുഷ്യൻ നന്നാകുക ഓന്റെ ഒപ്പമുള്ള ഒരു നേരാവുമ്പോഴാണ്. അൽ മർഉ അലാ ദീനി ഖലീലി, മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മാർഗത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഷഫീഉൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കൂട്ടുകെട്ട് മനുഷ്യനെ നാശാക്കും. കൂട്ടുകെട്ടിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി. നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം അത്തറ് കച്ചവടക്കാരനെ പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയുമാണ്. കൊല്ലപ്പണിക്കാരനെ പോലെയും അത്തറ് കച്ചവടക്കാരനെ പോലെയുമാണ്. അത്തറ് കച്ചവടക്കാരൻ്റെ ഒപ്പം പോയാൽ എന്താ ഗുണം? കീശയിൽ 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു കുപ്പി അത്തറ് വാങ്ങാം. അതന്നെ ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം, കീശയിൽ കായൊന്നും ഇല്ലെങ്കിലും അയാൾ ആർക്കെങ്കിലൊക്കെ അത്തറ് ഒഴിച്ചു കൊടുക്കുമ്പോ കയ്യുമ്മ കൂടെ ഒലിക്കണേ നമ്മളെ മേത്ത് തേച്ചരും, കായില്ലാതെ അത്തറ് കിട്ടും. ആണ് രണ്ടാമത്തെ ഗുണം. ഇനി അത് ഉണ്ടായില്ല എന്ന് വിചാരിക്കുക, അയാൾ സൂക്ഷ്മതയുള്ള അത്തറ് കച്ചവടക്കാരനാണ്. മൂപ്പര് ഫില്ലറോണ്ട് എടുത്തിട്ട് കുപ്പിക്ക് ഇങ്ങനെ ആക്കുക, ഒരു തുള്ളിയും പുറത്തേക്ക് പോകില്ല എന്ന് തന്നെ വിചാരിച്ചോളി. എന്നാലും നല്ല വാസനയെങ്കിലും ലഭിക്കും, അത് അയാൾക്ക് തടുത്താൻ നിൽക്കൂല. അതാണ് നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം. ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണോ ഉലയിൽ ഊതുന്നവനെ പോലെ. കൊല്ലപ്പണിക്കാരൻ കരുവാന്റെ അടുത്ത് പോയിരുന്ന എന്താ കുഴപ്പം? തുണിങ്കുപ്പായ ഓട്ടാവും. തുണിങ്കുപ്പായ ഓട്ടാവും. ഇനി ഓട്ടായില്ല എന്ന് വിചാരിക്കുക, എന്നാലോ മൂക്ക് കൂടിയ കരി കയറിയിട്ട് ആസ്തമുണ്ടാവും. അതുണ്ടായില്ല എന്ന് വിചാരിക്കുക, ആ ചെങ്ങായിക്ക് ഒരു പണി ചെയ്തിട്ട് അവിടെ പോയിരിക്കണെന്ന് ആൾക്കാർ പറയെങ്കിലും ചെയ്യും. അപ്പൊ എന്തുകൊണ്ട് ഇതാണ് നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണമായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നന്നാവാൻ, ചെറുപ്പക്കാരോടാണ് സംസാരിക്കുന്നത്, നന്നാവാൻ ഏറ്റവും എളുപ്പമുള്ള വഴി നല്ല കൂട്ടുകാരുണ്ടാവലാണ്. 1-2 കാര്യങ്ങൾ ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ അന്നത്തെ സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്.
നമ്മൾ 5 സംരക്ഷണങ്ങളാണ് നമുക്ക് ഏർപ്പെടുത്തേണ്ടത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എല്ലാവരോടുമാണ് 5 സംരക്ഷണങ്ങളാണ്. ഒന്ന്, ഈമാനിന്റെ സംരക്ഷണം നമ്മൾ എപ്പോഴും ഏർപ്പെടുത്തണം. ഈമാൻ ഇല്ലാതെ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഈമാൻ ഇല്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഈമാന്റെ അടിസ്ഥാനം അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യമാണ്. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മുത്തുനബിയെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണം, നബി തങ്ങളെ സ്നേഹിക്കണം, എല്ലാ കാര്യങ്ങൾക്കും മുസ്തഫ നബിയോട് ബന്ധമുണ്ടായിരിക്കണം. അതാണ് ഈമാന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാല്. 2, ഇൽമിന്റെ സംരക്ഷണമാണ്. വിവരം ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല, വിവരത്തിന് സംരക്ഷണം ഉണ്ടാവണം. യുക്തിവാദികളാകുന്നത് വിവരമില്ലാത്തവരൊന്നല്ല, PhD-ക്കാരാണ്. നിരീശ്വരവാദികളാകുന്നത് വിവരമില്ലാത്തവരൊന്നല്ല, PG കഴിഞ്ഞവരാണ്. സർവമത സത്യവാദികളാകുന്നത് വിവരമില്ലാത്തവരൊന്നല്ല, വലിയ വലിയ ജോലിക്കാരും ഉദ്യോഗസ്ഥന്മാരുമാണ്. എന്തേ കാരണം? ഇൽമുണ്ടായത് കൊണ്ടായില്ല, വിവരത്തിന്റെ പരിപാലനം ഉണ്ടാവണം. വിവരം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. ഭൗതിക തലം ഉയരുമ്പോ അതിനനുസരിച്ച് ആത്മീയ തലം ഉയർന്നില്ലെങ്കിൽ സംശയം ബാക്കിയാവും. എല്ലാവരോടും ഖുർആൻ ഒരുപോലെയല്ല സംസാരിക്കുന്നത്, എല്ലാവരോടും ഹദീസ് ഒരുപോലെയല്ല സംസാരിക്കുന്നത്. അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഞാൻ ഈ പറയുന്ന ആശയമുണ്ട്. ഓരോ മനുഷ്യന്റെയും കാറ്റഗറി അനുസരിച്ചാണ് ഓരോരുത്തരോടും പരിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും സംസാരിക്കുക. അല്ലാതെ എല്ലാവർക്കും ഒരേ അർത്ഥമല്ല. ഓരോ ആളുകളുടെയും ബുദ്ധിയുടെയും വികാസങ്ങളുടെയും ഒക്കെ വലിപ്പത്തിനനുസരിച്ചാണ് ഓരോ കാര്യം മനസ്സിലാകുക. കഴിഞ്ഞ കൊറോണ കാലത്ത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഉസ്താദെ ഈ കരിഞ്ജീരകം എങ്ങനെ തിന്നേണ്ടത് എന്ന്. കൊറോണക്ക് എല്ലാവരും പ്രധാനപ്പെട്ട പരിപാടി കരിഞ്ജീരകം തിന്നലായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പൊ ഞാനൊരിക്കൽ മേലാറ്റൂർ ഭാഗത്തൊരു പരിപാടിക്ക് വേണ്ടി ചെന്ന് ആ മാസ്ക് ഇട്ടിട്ട് പ്രസംഗിക്കുന്ന സമയമാണ്. കൊറോണ അങ്ങനെ കഴിഞ്ഞിട്ട് പ്രഭാഷണങ്ങളൊക്കെ ഓഡിറ്റോറിയം പരിപാടികൾ മാത്രമൊക്കെ ആരംഭിച്ച ആ സമയത്ത് ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നു. അപ്പൊ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന ഒരു ഡോക്ടർ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു, ഒരു സംശയമുണ്ട് കാരണം. എന്താ ചോദിച്ചു? കരിഞ്ജീരകം കൂടുതലായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ് ഏറ്റവും പുതിയ പഠനം വന്നിട്ടുള്ളത്. കുറച്ചൊക്കെ കഴിക്കാം, കൂടുതൽ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുമെന്നാണ് ഏറ്റവും പുതിയ പഠനം. മുത്തുനബി ആണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരിഞ്ജീരകം തിന്നാൻ വേണ്ടി പറയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങളുടെ വാക്കും ആധുനിക പഠനവും തമ്മിൽ എതിരായില്ലേ എന്ന് ചോദിച്ചു. എന്താ സംഭവം? ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് തന്നെ ആയിക്കെന്ന് പഠിക്കുകയാണ് വേണ്ടത്. കാരണം ഹദീസ് എന്നത് വഹയിന്റെ ഇൽമാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഏത് ഹദീസിൽ സംശയം വന്നാലും ആ ഹദീസ് ആയിക്കെന്ന് തന്നെ പഠിക്കണം. അപ്പോ നബി തങ്ങൾ കരിഞ്ജീരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസിൽ ഒരു സംശയം തോന്നിയാൽ ആ ഹദീസ് തന്നെ വീണ്ടും പഠിക്കണം. അതിനെന്ത് വേണം? ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർന്നു വരണം. നമുക്ക് എന്താ പറ്റിയെച്ചാല് 5ാം ക്ലാസ്സിൽ നിന്നൊരു സർട്ടിഫിക്കറ്റും 7ാം ക്ലാസ്സിൽ നിന്നൊരു സർട്ടിഫിക്കറ്റും കിട്ടി. അതാണെങ്കിൽ ഉസ്താദ്മാര് ഫ്രെയിം ചെയ്ത് തരും ചെയ്തതിനാൽ പെരയത്തെ ചോരുമ കൊണ്ടുപോയിട്ടാണ് തൂക്കിയിട്ട് അത്യാവശ്യം പുതിയാപ്പിളാര് കാണാൻ വരുമ്പോൾ കാണാൻ 2 സർട്ടിഫിക്കറ്റ് ധാരാളമായി എന്ന് വിചാരിച്ചങ്ങാണ്ട് പഠനം അവസാനിപ്പിച്ചു. കുഴപ്പമില്ല, എല്ലാ പഠിപ്പും നിർത്തുങ്ങാണ്ട് കണ്ണൂട്ടാൻ പോയിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. കണ്ണൂട്ടുകാരൻ്റെ ഇമ്മാൻ പോവില്ല. പഠിക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ല കേട്ടോ ഞാൻ. ഇനി കട്ട് ചെയ്തുങ്ങാണ്ട് അവിടെ മാത്രം വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പഠിക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷെ എങ്ങനെ പഠിക്കണം? ഭൗതിക തലം ഉയരുമ്പോൾ ആത്മീയ തലം ഉയർന്നില്ലെങ്കിൽ ഈമാനിൽ സംശയം ഉണ്ടാവും, ഉറപ്പാണ്. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ വരും. അങ്ങനെ വിഷയങ്ങൾ വരുമ്പോ ചോദിക്കാനും പറയാനും ആള് വേണ്ടേ? പഴയ തലമുറക്ക് ഇൻഡുസ്താദ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, പുതിയ തലമുറക്ക് ഇൻഡുസ്താദ് ഉണ്ടാവില്ല. ഒരു 60 65 വയസ്സുള്ള ഒരു വയസ്സായ ആളെ ഒരു കാരണവരെ വിളിച്ചിട്ട്, അല്ല വല്ലിപ്പ നിങ്ങളെ ഉസ്താദ് ആരാണെന്ന് ചോദിച്ചാല് കുന്നത്തള്ളിയിലെ വയമൂല്യരാണ് എന്ന് പറയും. അതേ സമയത്ത് പുതിയ തലമുറയിൽ ഒരു 20 വയസ്സുള്ള ഒരു ചെക്കനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മോളെ വിളിച്ചിട്ട്, കുട്ടി എൻ്റെ ഉസ്താദ് ആരാണെന്ന് ചോദിച്ചാൽ തലന്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ മാന്തും, ആളെ കിട്ടൂല. ഉസ്താദ് ഇല്ലായിട്ടാ? ഓർമ്മയില്ല, എന്തേ ബന്ധമില്ല. പഴയ തലമുറ വെക്കാത്തതിന്റെ കാരണം എൻ്റെ ഉസ്താദ് ഉണ്ട്, പുതിയ തലമുറക്ക് അതില്ല. അതുകൊണ്ട് എന്ത് വേണ്ടി വരും?
എന്ത് വേണ്ടിവരുമെന്ന് ചോദിച്ചാൽ ഭൗതിക വിദ്യാഭ്യാസം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യ ഉയർന്നില്ലെങ്കിൽ ഈമാനിൽ സംശയം വരും. അപ്പൊ അതാണ് ഇപ്പൊ ഈ വന്ന സംശയം. അപ്പൊ എന്തുവാണ് ആ ഹദീസ് അയക്കുന്ന പഠിക്കേണ്ടി വരും. എന്താ ഹദീസ്? ഹബ്ബത്തു സൗദാഇ ശിഫാഉം മിൻ കുല്ലി ദാ എന്നാണ് ഹദീസ്. ഇല്ലസാം എന്നും കൂടി അതിലുണ്ട്. ഹബ്ബത്തു സൗദാഇ കരിഞ്ചീരകം, ശിഫാഉൻ അത് ശമനമാകുന്നു, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തെ തൊട്ടും ശമനമാകുന്നു. കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ശമനമാണ് എന്ന് പറഞ്ഞാല് തിന്നണമെന്ന് കിട്ടൂല, മരുന്നാണെന്നല്ലേ കിട്ടുള്ളൂ. മരുന്നൊക്കെ തിന്നലില്ലല്ലോ. ഓൽമെന്റ് ഒക്കെ ആരെങ്കിലും തിന്നലുണ്ടോ? തേക്കല്ല. തൈലമാരും കുടിക്കലില്ലല്ലോ, അത് മേത്തേക്കാനുള്ളതല്ലേ. അപ്പൊ കരിഞ്ചീരകം തിന്നണമെന്ന ഹദീസ് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ആർക്കേ മനസ്സിലാവുള്ളൂ, അത്രത്തോളം ഉയർന്ന് ചിന്തിക്കുന്ന. ഇനി അത് മാത്രമൊന്നുമല്ല കേട്ടോ, ആ ഹദീസിൽ വേറെയുണ്ട്. കരിഞ്ചീരകം എന്നുള്ളതിന് വേറെയും വാക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഹബ്ബത്തു സൗദാ കറുത്ത വിത്ത് എന്ന് തന്നെ ഉപയോഗിച്ചു? കരിഞ്ചീരകം എന്ന് പറഞ്ഞ സാധനം 6 ഐറ്റമുണ്ട്. അതില് ഹബ്ബത്തു സൗദാ എന്ന് ഉപയോഗിക്കാണ്ടായ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ശിഫാഉം മിൻ ദാഇൻ എന്നല്ല, ശിഫാഉം മിൻ കുല്ലി ദാഇൻ എന്നാണ് പറഞ്ഞത്. എല്ലാ രോഗത്തിനും ശിഫയാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എല്ലാ രോഗവും ചേർന്ന് വരുന്ന ഒരു രോഗമുണ്ടെന്ന് വരും, എല്ലാ ദണ്ണം കൂടി ഒന്നിച്ചു വരുന്ന ഒരു അസുഖം ഉണ്ട് എന്ന് വരും. ആ അസുഖത്തിനായിരിക്കും കരിഞ്ജീരകം ശിഫയാവുക എന്ന് വരും. അല്ലെങ്കിൽ ഓരോ രോഗങ്ങൾക്ക് ഓരോ തരത്തിലാണ് കരിഞ്ജീരകം ശിഫയാവുക എന്ന് വരും. ഞാൻ കരിഞ്ജീരക ചികിത്സ പഠിപ്പിക്കാൻ വേണ്ടി പറയല്ല നിങ്ങളോട്. ഇത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആകണമെന്നുള്ളതിന്റെ ഉത്തരം ഭൗതിക തലം ഉയർന്നപ്പോൾ ആത്മീയ തലം ഉയരാത്തതാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്.